എക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. ഈ ഒരു സെഷനിൽ നമ്മൾ എടുക്കുന്നത് ലാസ്റ്റ് പാർട്ടായിട്ടുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. ഈ ഒരു പാർട്ടിൽ നമ്മൾ എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അതിന് ഓരോ ക്വസ്റ്റ്യനും അതിൻ്റേതായിട്ടുള്ള മാർക്കുകൾ കൊടുത്തിട്ടുണ്ടാവും. ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസേഴ്സ് എഴുതുക. ഇത് 51 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ലാസ്റ്റ് പാർട്ടിലെ 51th ക്വസ്റ്റ്യൻസിനാണ് നോക്കുന്നത്. എന്താണ് 51th ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. അനലൈസ് എനി 3 വീക്ക്നെസ് ഓഫ് ദി ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റം. ഏതെങ്കിലും 3 വീക്ക്നെസ് ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും 3 വീക്ക്നെസ്സുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസേഴ്സ് നോക്കാം. ദ 3 മേജർ വീക്ക്നെസ് ഓഫ് ദി ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റം ആർ മണി പവർ, ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, മിസ്യൂസ് ഓഫ് ഗവൺമെൻറ് മിഷനറി. എന്താണ് മണി പവർ? മണി പവർ എന്താണെന്ന് നോക്കാം. മണി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി അധികമായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റോ ഒരു പാർട്ടി കാൻഡിഡേറ്റോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ അധികമായി പണം ചെലവഴിക്കുകയും അധികമായിട്ടുള്ള പണം ചെലവഴിക്കുകയും ആ പണത്തിൻ്റെ ഭാഗമായിട്ട് വോട്ട് നേടുകയും അല്ലെങ്കിൽ പണം കൊടുത്ത് വോട്ട് നേടുന്ന സാഹചര്യങ്ങളും നമുക്ക് ഇലക്ഷൻ ബൂത്തുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത് എന്തിന് കാരണമാകുന്നു? ഇലക്ഷൻ ടൈമിലെ ഒരു കറപ്ഷനിലേക്കോ, ഇലക്ഷൻ ടൈമിലെ ഒരു മണി പവറിന് കാരണമാകുന്ന ഒരു ഇലക്ഷൻ ടൈമിലെ ഒരു കറപ്ഷനിലേക്ക് കാരണമാകുകയും അത് മണി പവറിൻ്റെ ഒരു ഡോമിനേഷൻ ആ സമയത്ത് ഇലക്ഷൻ സമയത്ത് കാണാവുന്നതുമാണ്. അതാണ് മണി പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ആണ്. ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തികളെ നോമിനേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തികളാണെങ്കിൽ അത് അവരുടെ റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ചയ്ക്ക് ത്രിഡൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യങ്ങളും കാണുന്നു. അപ്പോൾ ക്രിമിനലൈസേഷനുള്ള വ്യക്തികളെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് കൂടുതലും കാണുന്നത്. മിസ്യൂസ് ഓഫ് ഗവൺമെൻറ് മിഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് മിഷനറീസ് ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ടി അതോറിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ ഗവൺമെൻറ് മിഷനറീസ് അല്ലെങ്കിൽ പൊതു സ്വത്തുകൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പൊതു സ്വത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻസ് ആവാം, അത് സ്വന്തം പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അവിടെ ഒരു കറപ്ഷൻ നിലനിൽക്കുകയും അത് ഇലക്ഷനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് 3 വീക്ക്നെസ് എന്ന് പറയുന്നത്, ഇലക്ട്രൽ സിസ്റ്റത്തിൻ്റെ 3 വീക്ക്നെസ്സുകൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 52 ആണ്. 52th ക്വസ്റ്റ്യൻ ഹൈലൈറ്റ്സ് എനി 3 മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് യുണൈറ്റഡ് നേഷൻസിൻ്റെ 3 പ്രധാന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് മെയിൻറ്റെയിനിങ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇൻ്റർനാഷണലി അല്ലെങ്കിൽ ലോകം മുഴുവൻ ഒരു പീസ് ആൻഡ് സെക്യൂരിറ്റി, സമാധാനവും സെക്യൂരിറ്റിയും, അതേപോലെ സമാധാനവും സുരക്ഷിതയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സുകൾ പ്രൊട്ടക്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ടിംഗ് ചെയ്യുക, സുസ്ഥിര വികസനത്തിനെ പ്രൊമോട്ടിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് അതൊന്ന് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻറ്റെയിനിങ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ്. കോൺഫ്ലിക്റ്റ് പ്രിവെൻഷൻ മെഡിറ്റേഷൻ ആണ്. യൂസിങ് ഡിപ്ലോമസി ആൻഡ് സ്പെഷ്യൽ ഇനായി ടു ഹെൽപ്പ് പാർട്ടീസ് ഫൈൻഡ് പീസ്ഫുൾ റെസൊല്യൂഷൻസ്. പീസ് കീപ്പിംഗ് ആണ്. Deploying missions to stabilize post-ceasefire situations and assist countries transforming from the conflict to peace, disarmament. Promoting and implementing the international treaties that limit weapons and arms. Maintain international peace and security എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു പീസ്ഫുൾ സൊല്യൂഷൻസ് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടീസിൻ്റെ ഹെൽപ്പുകളോ അല്ലെങ്കിൽ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എൻഒഇസിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് UN പീസ്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ഈ രീതിയിലാണ്. രണ്ടാമത് വരുന്നത് പീസ് കീപ്പിംഗ് ആണ്. പീസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ സീസ് ഫയേഴ്സ് അല്ലെങ്കിൽ വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും വെടിനിർത്തുകയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് വെടിനിർത്തുന്നതിന് അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ടുള്ള സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പീസ് കീപ്പിങ്ങുകൾ UN സ്വീകരിക്കാറുണ്ട്. പ്രധാനമായിട്ടും കോൺഫ്ലിക്റ്റിൽ നിന്നും പീസിലേക്ക് ചില കൺട്രീസുകളെ ട്രാൻസ്ഫോം ചെയ്യാനും അതിലൂടെ ഒരു പീസ്ഫുൾ കൺട്രി എസ്റ്റാബ്ലിഷ് ചെയ്യാനും UN ശ്രമിക്കാറുണ്ട്.
ഡിസാസ്മെൻ്റ് ആണ്. ഡിസാസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ദാറ്റ് ലിമിറ്റ് വെപ്പൺസ് ആൻഡ് ആംസ്. നിരായുധീകരണമാണ് ഇവിടെ പറയുന്നത്. നിരായുധീകരണമാണ്. നിരായുധീകരണം എന്ന് പറഞ്ഞാൽ ഈ പ്രൊമോട്ടിംഗ് ചെയ്യുക, ഇൻ്റർനാഷണൽ ട്രീറ്റീസും വെപ്പൺസും പ്രൊമോട്ടിംഗ് ചെയ്യാം. പക്ഷെ എങ്ങനെയാണ്? ലിമിറ്റഡ് ആയിട്ട് വെപ്പൺസും ആംസും ഉപയോഗിക്കുന്നത് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് ഒരു ഡിസാസ്മെൻറ്റ് നിരായുധീകരണം നിലനിർത്താനും UN ശ്രമിക്കാറുണ്ട്. രണ്ടാമത്തത് പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ദ UN ഈസ് ഡെഡിക്കേറ്റഡ് ടു അപ്ഹോൾഡിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് ഫോർ ആൾ പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. ലോകത്ത് എല്ലാവർക്കും ഫണ്ടമെൻ്റൽ ഫ്രീഡംസും റൈറ്റ്സും നൽകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റിംഗ് ചെയ്യുക, അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫ്രീഡംസും പ്രൊട്ടക്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് UN-ൻ്റെ പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് യൂസിങ് ദ 1948 ഡിക്ലറേഷൻ ആസ് എ മോഡൽ ഫോർ ദി ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം. 1948 UN അതിൻ്റെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1948. ഇത് പ്രകാരം ലോകത്തുള്ള മൊത്തം ജനങ്ങളുടെയും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റിംഗ് ചെയ്യുക, അതേപോലെ ഫ്രീഡം നൽകുക എന്നുള്ളത് UN ശ്രമിക്കാറുണ്ട്. Promoting women's rights, working to achieve gender equality and empowerment of the women worldwide. Promoting women's rights, സ്ത്രീകളുടെ റൈറ്റ്സിനെ പ്രൊമോട്ടിംഗ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു സംരക്ഷണം നൽകുകയും UN ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും അവരെ എംപവർ ചെയ്യുക, ഒരു ശാക്തീകരണം, ലോകം മുഴുവൻ അവർക്കൊരു ശാക്തീകരണം കൊണ്ടുവരുത്തുകയും അതോടൊപ്പം അവർക്കൊരു ഇക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്, സമത്വം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് UN-ൻ്റെ വിമൻസ് റൈറ്റ് കൊണ്ട് UN ഉദ്ദേശിക്കുന്നത്. പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം പ്രൊമോട്ടിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ആക്ടിവിറ്റി ഫോക്കസ് ഓൺ ദി ഇംപ്രൂവിംഗ് ദ ലീവ്സ് ഓഫ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് വൈൽ ആൾസോ പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എൻവയോൺമെൻറ്റിന് ഒരു പ്രൊട്ടക്ഷൻ നൽകുക എന്നുകൂടി UN ശ്രമിക്കുന്ന ഒരു പ്രധാന ആക്ടിവിറ്റിയാണ്. UN-ൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനകത്ത് വരുന്ന ഒരു പ്രധാന ആക്ടിവിറ്റിയാണ് ഇത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഗൈഡിങ് ഗ്ലോബൽ എഫേർട്സ് ടു അഡ്രസ് ഇഷ്യൂസ് ലൈക്ക് പോവർട്ടി, ഹങ്കർ, ഇൻഇക്വാളിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രധാനമായിട്ട് നോക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിനകത്തെ പ്രധാന ഇഷ്യൂസ് നമുക്കറിയാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് 17 ഗോൾസാണുള്ളത്. പ്രധാനമായിട്ടുള്ള ഗോൾസുകൾ അല്ലെങ്കിൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് പോവർട്ടി, ദാരിദ്ര്യം, ഹങ്കർ, വിശപ്പ്, ഇൻഇക്വാളിറ്റി, അസമത്വം, ക്ലൈമറ്റ് ചേഞ്ച്. ലോകം മുഴുവൻ ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച് മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. ഇത്തരം കാര്യങ്ങളൊക്കെ ഗൈഡൻ ചെയ്യുന്നതിന് UN ശ്രമിക്കാറുണ്ട്, യുണൈറ്റഡ് നേഷൻസ് ശ്രമിക്കാറുണ്ട്. ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പാരീസ് എഗ്രിമെൻ്റ് പോലെയുള്ള ഉടമ്പടികളുടെ ഭാഗമായിട്ട് ക്ലൈമറ്റ് ആക്ഷൻസ് കുറച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടേക്കിംഗ് കളക്റ്റീവ് മെഷേഴ്സ് ടു സ്ലോ ഡൗൺ ക്ലൈമറ്റ് ചേഞ്ച് ത്രൂ ദ ഫ്രെയിംവർക്ക്സ് ലൈക്ക് പാരീസ് എഗ്രിമെൻ്റ് പോലത്തെ പാരീസ് എഗ്രിമെൻ്റ് പോലത്തെ എഗ്രിമെൻറ്റുകൾ വഴി ക്ലൈമറ്റ് ആക്ഷൻസ് കുറച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റൽ സന്തുലിതാവസ്ഥ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ any 5 powers and the jurisdiction of the high courts. ഹൈക്കോർട്സിൻ്റെ ഏതെങ്കിലും 5 പവേഴ്സോ അല്ലെങ്കിൽ ജൂറിസിക്ഷനോ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ആൻസർ നോക്കാം. ഹൈക്കോർട്ട് ഇൻ ഈച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഈസ് എ ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ആൻഡ് ഹോൾഡ്സ് എ വോൾഡ് റേഞ്ച് ഓഫ് പവേഴ്സ് ആൻഡ് ജൂറിസിക്ഷൻ. ഇന്ത്യയിൽ സുപ്രീം കോർട്ടിൻ്റെ അതേ അവകാശങ്ങളും പവേഴ്സും നിലനിൽക്കുന്ന ഒരു ജൂറിസിക്ഷനാണ് സ്റ്റേറ്റുകളിലെ ഹൈക്കോർട്ട്സ് എന്ന് പറയുന്നത്. സ്റ്റേറ്റിലെ അപ്പെക്സ് കോർട്ട് എന്നറിയപ്പെടുന്നത് അവിടുത്തെ ഹൈക്കോർട്ട്സുകളാണ്. അതിൻ്റേതായിട്ടുള്ള ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി നിലനിൽക്കുന്ന ഒന്നാണ്. സ്റ്റേറ്റുകളിലെ ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി നിലനിർത്തുന്ന ഒന്ന് ഹൈക്കോർട്ട്സുകളാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദി സിംഗിൾ ഇൻറ്റിഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം, High Court serves as an apex court for appeals within the state, act as a
guarantors of the fundamental rights have the powers to interpret the constitution. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതെങ്കിലും ഇൻ്റർപ്രിറ്റേഷൻസിൻ്റെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് പ്രൊട്ടക്റ്റ് നൽകുകയും ഒരു അപ്പെക്സ് കോർട്ടായിട്ട് നിലനിൽക്കുന്നത്, സ്റ്റേറ്റുകളുടെ അപ്പെക്സ് കോർട്ടായിട്ട് നിലനിൽക്കുന്നത് അവിടങ്ങളിലെ സ്റ്റേറ്റുകളിലെ ഹൈക്കോർട്സുകളായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ 5 ജൂറിസിക്ഷൻസ് എന്തൊക്കെയാണ് ഹൈക്കോർട്സിൻ്റെ എന്ന് നോക്കാം. റിട്ട് ജൂറിസിക്ഷനാണ് ഒന്നാമത്. റിട്ട് ജൂറിസിക്ഷനാണ് അണ്ടർ ആർട്ടിക്കിൾ 226 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 226 പ്രകാരമാണ്, 226 പ്രകാരമാണ്, ആർട്ടിക്കിൾ 226 പ്രകാരമാണ് റിട്ടുകളെ പറ്റി, ഹൈക്കോടതിൻ്റെ റിട്ടുകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോർട്ടിൽ അത് 32ാമത്തെ ആർട്ടിക്കിളാണ് പറയുന്നതെങ്കിൽ ഹൈക്കോർട്ടിൽ അത് 226 പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ റിട്ട് to enforce fundamental rights and other purpose. ഹൈക്കോർട്ടിലെ റിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഏതെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾക്കോ അല്ലെങ്കിൽ മറ്റു പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് റിട്ടുകൾ ഹൈക്കോർട്ട്സ് യൂസ് ചെയ്യുന്നത്. The 5 types of writs are habeas corpus, mandamus, prohibition, certiorari and quo warranto. 5 തരത്തിലുള്ള റിട്ടുകളാണ് ഹൈക്കോർട്ട്സുകളുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. habeas corpus, mandamus, പ്രൊഹിബിഷൻ, സെർഷോററി ആൻഡ് ക്വോ വാറന്റോ തുടങ്ങിയ 5 റിറ്റ്സുകളും കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോർട്ട്സുകൾ തന്നെയാണ്. അപ്പീലേറ്റ് ജൂറിസിക്ഷനാണ്. അപ്പീലേറ്റ് ജൂറിസിക്ഷൻ എന്താണ്? അപ്പീലേറ്റ് ജൂറിസിക്ഷൻ ഹിയറിംഗ് അപ്പീൽസ് ഫ്രം ദി സബോർഡിനേറ്റ് കോർട്ട്സ് ഇൻ ദ ബോത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ മാറ്റേഴ്സ്. ക്രിമിനലിലും ക്രിമിനൽ മാറ്റേഴ്സും സിവിൽ മാറ്റേഴ്സും രണ്ടും രണ്ടിൽ നിന്നുള്ള സബോർഡിനേറ്റ് കോർട്സുകളിൽ നിന്നുള്ള ക്രിമിനൽ മാറ്റേഴ്സും സിവിൽ മാറ്റേഴ്സും ഹിയറിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് അതിൻ്റെ അപ്പെക്സ് ജൂറിസിക്ഷൻ എന്നറിയപ്പെടുന്ന ഹൈക്കോർട്സുകളാണ്. ഹൈക്കോർട്സ് ഹാൻഡിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അപ്പീൽസ് ഇൻ civil cases. Appeals in the criminal case within the sentence 7 years more, they must confirm all the death sentence. ക്രിമിനൽ കേസുകളും സിവിൽ കേസസുകളും കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോർട്സുകളാണ്. അതോടൊപ്പം തന്നെ 7 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കുന്ന കേസസുകൾ കൈകാര്യം ചെയ്യുക. അതോടൊപ്പം ഡെത്ത് എന്ന് വെച്ചാൽ വധശിക്ഷ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അല്ലെങ്കിൽ അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതും ഈ ഹൈക്കോർട്സുകൾ തന്നെയാണ്. മൂന്നാമത്തത് സുപ്രവസി ഓഫ് ജൂറിസിക്ഷൻ ആണ്. ആർട്ടിക്കിൾ 227 grants High Court supremacy authority over all courts and tribunals within their territory. ആർട്ടിക്കിൾ 227 പ്രകാരം മറ്റ് ഹൈക്കോർട്സിന് കീഴിലുള്ള കോടതികളും മറ്റ് കോടതികളും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോടതികൾ, ട്രിബ്യൂണൽ കോടതികൾ, സബോർഡിനേറ്റ് കോടതികളുടെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആർട്ടിക്കിൾ 227 പ്രകാരം അതിൻ്റെ സുപ്രവൈസി നിലനിർത്താൻ മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോർട്സുകളായിരിക്കും. ജുഡീഷ്യൽ റിവ്യൂ. ഹൈക്കോർട്സ് ഹാവ് ദ നാലാമത്തത് ജുഡീഷ്യൽ റിവ്യൂ ആണ്. ഹൈക്കോർട്സ് ഹാവ് ദ പവർ ടു റിവ്യൂ ദ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് ദ ലോസ് ആൻഡ് എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് ഗവൺമെൻറ്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് ഗവൺമെൻറ്റുകളിൽ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് ലോസുകളോ കോൺസ്റ്റിറ്റ്യൂഷണൽ വയലൻസുകളോ നടന്നാൽ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിൽ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് ആക്ഷൻസുകളുടെ ഭാഗമായിട്ട് ഇൻഎഫിഷ്യൻസികളും അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ വയലൻസുകളോ നടന്നു കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളിൽ ജുഡീഷ്യൽ റിവ്യൂ നടപ്പിലാക്കാനുള്ള അധികാരം ഹൈക്കോർട്സുകളുണ്ടായിരിക്കും. If a law is found unconstitutional, High Court can declare invalid. This power was reinstated by the 43rd Amendment Act of 1977. 1977 43ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഏതെങ്കിലും ഒരു ലോ സ്റ്റേറ്റ് നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് റൂൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ലോ അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആയെങ്കിൽ നിയമവിരുദ്ധമായി കോൺസ്റ്റിറ്റ്യൂഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ അത്തരം ലോസ് ഇൻവാലിഡ് ചെയ്യാനുള്ള അധികാരം ഈ അമെൻമെൻറ്റ് പ്രകാരം 43ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം ഹൈക്കോർട്സിനുണ്ടായിരിക്കും. അഞ്ചാമത്തത് കൺട്രോൾ ഓവർ സബോർഡിനേറ്റ് കോർട്സ് ആണ്. ഹൈക്കോർട്സ് എക്സസൈസ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓവർ കോർട്സ്, ലോവർ കോർട്സ്. ഹൈക്കോർട്സിന് കീഴിൽ വരുന്ന കോർട്സുകളെ കൺട്രോൾ ചെയ്യുകയും അതിൻ്റെ മേൽനോട്ടം വഹിക്കാനുള്ള അധികാരം ഹൈക്കോർട്സിനുണ്ടായിരിക്കും. This includes involvement in the appointment, posting, promoting of district judges and the management of other state judicial service members. ഇത് പ്രധാനമായിട്ട് നോക്കുന്നത് കൺട്രോൾ ചെയ്യുക എന്നതിനപ്പുറം അവിടുത്തെ ജഡ്ജസുകളെ ഡിസ്ട്രിക്ട് ജഡ്ജസിനെയും ഡിസ്ട്രിക്ട് ജഡ്ജസിൻ്റെ പോസ്റ്റിംഗ്, പ്രൊമോഷന്, അപ്പോയിൻമെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസ് മെമ്പേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള അധികാരവും ഹൈക്കോർട്സുകൾക്ക് നിലനിൽക്കുന്നതായിരിക്കും.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോയിന്റ്സ് മാത്രമാണ്. ഇതൊരു എസ്സേ ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എഴുതേണ്ടത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നോക്കി എഴുതുക, മാർക്ക് നോക്കിയിട്ട് ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത് എന്നാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓർ ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തുള്ളത്. ഈ ഓർ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ എനി 5 റിസോഴ്സ് ഓഫ് ഇൻകം ഓഫ് ദി പഞ്ചായത്ത്. പഞ്ചായത്തുകൾക്ക് കിട്ടുന്ന ഇൻകംസുകൾ, അതിൻ്റെ ഏതെങ്കിലും 5 എണ്ണം മാത്രം എഴുതിയാൽ മതി. 5 റിസോഴ്സുകൾ എവിടെ നിന്നാണ്, എങ്ങനെയൊക്കെയാണ് ഇവർക്ക് റിസോഴ്സസുകൾ, ഇവരുടെ ഇൻകം എങ്ങനെയാണെന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. 5 കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. ആൻസേഴ്സ് നോക്കാം. 5 റിസോഴ്സ് ഓഫ് ഇൻകം ഫോർ പഞ്ചായത്ത് ആർ. എന്തൊക്കെയാണ് 5 റിസോഴ്സുകൾ? പഞ്ചായത്തുകൾക്ക് കിട്ടുന്ന ഇൻകം, വരുമാനം, അവരുടെ റവന്യൂയുടെ 5 റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ടാക്സസ് ഓൺ പ്രോപ്പർട്ടി, ലാൻഡ് ആൻഡ് ഗുഡ്സ് ആണ്. ടാക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതികളിൽ നിന്നും, നികുതി പിരിച്ചെടുക്കുന്നത് എങ്ങനെ? പ്രോപ്പർട്ടി, ലാൻഡ്, ഗുഡ്സ് എന്നിവയിൽ നിന്നും ഗവൺമെൻറ് പിരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് പിരിച്ചെടുക്കുന്ന നികുതികളാണ്. രണ്ടാമത്തത് ഗ്രാൻഡ് ആൻഡ് ലോൺസ് ഫ്രം ദി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ പഞ്ചായത്തുകൾക്ക് നൽകുന്ന ഗ്രാൻഡ്, എയ്ഡ്സ്, ഇത്തരം കാര്യങ്ങളാണ് രണ്ടാമത്തത് പറയുന്നത്. മൂന്നാമത്തത് ഫ്രീ ഫോർ സർവീസസ് ലൈക്ക് രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസ്. ഫീസുകൾ, എന്തെങ്കിലും രജിസ്ട്രേഷൻസോ അല്ലെങ്കിൽ ലൈസൻസുകൾക്കോ ഗവൺമെൻറ് ഈടാക്കുന്ന ഫീസുകളാണ് മൂന്നാമത്തെ റിസോഴ്സ് എന്ന് പറയുന്നത്. നാലാമത്തത് ഇൻകം ഫ്രം കോമൺ റിസോഴ്സസ് ലൈക്ക് മാർക്കറ്റ്സ്, പോണ്ട്സ് ആൻഡ് ഫിഷറീസ്. മാർക്കറ്റ്സ്, പോണ്ട്സ് ആൻഡ് ഫിഷറീസ് തുടങ്ങിയവയിൽ നിന്നും ഗവൺമെൻറ് നേടുന്ന ഇൻകംസ്, അവിടെ നിന്നും ഗവൺമെൻറ് കോമൺ ആയിട്ട് ഗവൺമെൻറ് നേടുന്ന ഇൻകംസുകളാണ് അവിടെ നിന്ന് നേടുന്ന ഇൻകം. ഡൊണേഷൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഫ്രം ദി പബ്ലിക്കിൽ നിന്നും നേടുന്ന ഡൊണേഷൻസോ കോൺട്രിബ്യൂഷൻസ് ഒക്കെയാണ് അഞ്ചാമത് വരുന്നത്. ദസ് റവന്യൂ സ്ട്രീംസ് ഫണ്ട്സ് ലോക്കൽ ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, വേരിയസ് സ്കീംസ് അറ്റ് വില്ലേജുകൾ. ഈ ഒരു റവന്യൂ ഉപയോഗിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് അവരുടെ ലോക്കൽ ലെവലിലെ ഇൻഫ്രാസ്ട്രക്ചറുകളുടെ എല്ലാം പ്രൊമോഷൻസ് അല്ലെങ്കിൽ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് നടത്തുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഇൻകംസ് ലെവൽ, ഈ വില്ലേജ് ലെവലുകളിലെല്ലാം ഈ ഒരു ഇൻകം വെച്ചിട്ടാണ് അവർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. 54ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന്. ഡിസ്ക്രൈബ് എനി 5 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ 5 ഫീച്ചേഴ്സ് ഏതെങ്കിലും 5 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസേഴ്സ് നോക്കാം. യൂണിവേഴ്സൽ, ഇൻആലിയബിൾ, ഇൻഡിസിബിൾ ആൻഡ് ഇൻറ്ററപ്റ്റഡ്, ഇൻഹെറൻറ്റ് ആൻഡ് ഈക്വൽ ആൻഡ് നോൺ ഡിസ്ക്രിമിനേറ്ററി ആണ്. യൂണിവേഴ്സലാണ് ഹ്യൂമൻ റൈറ്റ്സ്, യൂണിവേഴ്സലാണ്. Human rights belongs to all people everywhere regardless of their race, gender, religion or any other status. ഹ്യൂമൻ റൈറ്റ്സ് നമുക്ക് എവിടെ വേണമെങ്കിലും കിട്ടും, എവിടെ നിന്നും കിട്ടാവുന്ന ഒന്നാണ് ഹ്യൂമൻ റൈറ്റ്സ്. അതിന് റേസ്, ജെൻഡർ, റീജിയൻ അല്ലെങ്കിൽ മറ്റ് സ്റ്റാറ്റസുകളൊന്നും അതിന് ഒരു തടസ്സമായി നിൽക്കുകയില്ല. കാരണം ഇതൊന്നും ഇല്ലാതെയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും പരിഗണന ഇല്ലാതെ തന്നെ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ലഭ്യമാവുന്നതാണ്. They are not granted by any state or authority but are a birthright of the every individual. ഇതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെയോ അതോറിറ്റി തരുന്നതൊന്നുമല്ല. അതോറിറ്റി ജനങ്ങൾക്ക് നൽകുന്ന അല്ലെങ്കിൽ ഹ്യൂമൻസിന് നൽകുന്നതല്ല. കാരണം ജനങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് അവരുടെ ജന്മാവകാശമായിട്ടാണ് ജനങ്ങൾക്ക് ഈ ഹ്യൂമൻ റൈറ്റ്സ് ലഭിക്കുന്നത്. ഇൻആലിയബിൾ, മാറ്റി നിർത്താൻ പറ്റാത്തതാണ് ഇൻആലിയബിൾ എന്ന് പറയുന്നത്. ദസ് റൈറ്റ്സ് ആർ ഇൻആലിയബിൾ. ഹ്യൂമൻ റൈറ്റ്സുകൾ ഇൻആലിയബിൾ ആണ്, നമുക്ക് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ വേർതിരിച്ച് നിർത്താനോ സാധിക്കില്ല. കാരണം എന്താ? ദേ കനോട്ട് ബി പെർമനൻ്റ്ലി ടേക്കൺ അവേ although they may be limited in specific circumstances according to due to process. പക്ഷെ നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും? ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കാനൊന്നും പറ്റില്ല. ഈ ഹ്യൂമൻ റൈറ്റ്സ് പെട്ടെന്ന് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് എടുത്ത് ഒഴിവാക്കാൻ സാധിക്കില്ല. എന്നാൽ ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ലിമിറ്റ് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്. ഇൻഡിസിബിൾ ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. ആൾ ഹ്യൂമൻസ് ആർ ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇൻ്റർകണക്റ്റഡ്. എല്ലാ ഹ്യൂമൻസും ഇൻ്റർകണക്റ്റഡ് ആണ്. എല്ലാവരും പരസ്പരം ജീവിക്കുന്നത് ഇൻ്റർകണക്റ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഹ്യൂമൻ റൈറ്റ്സുകൾ എന്ന് പറയുന്നത് ഈക്വലി ഇമ്പോർട്ടൻറ്റും ഇൻ്റർകണക്റ്റഡും ആയിരിക്കും എന്നാണ്. One right cannot be fully enjoyed without the others. They must be considered as a whole. നമുക്കറിയാം ഹ്യൂമൻ റൈറ്റ്സ് നിലനിൽക്കുന്നത് വളരെ
സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇൻ്റർ കണക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ്റർ കണക്റ്റഡ് ആണ്. കാരണം എന്താ, ഇത് നമുക്ക് ഒരു റൈറ്റ് ഇല്ലാതെ മറ്റു റൈറ്റിനെ ഫുള്ളി എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. മറ്റു റൈറ്റ്സുകളില്ലാതെ ഒരു റൈറ്റിനെ മാത്രം കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് മൊത്തത്തിൽ കൺസിഡർ ചെയ്ത് നിലനിൽക്കുന്ന റൈറ്റ്സുകളായതുകൊണ്ടാണ് നമുക്കൊരു റൈറ്റിനെ മറ്റു റൈറ്റില്ലാതെ എൻജോയ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ കാണുന്നത്. ഇൻഹെറൻ്റ് ആണ്, അന്തർലീനമാണ്. Human rights are inherent to all human beings. They are not granted by the person or authority, but they are natural rights that come with being a human. Human rights എന്ന് പറയുന്നത് അന്തർലീനമാണ് എന്നാണ് പറയുന്നത്. കാരണം അവിടെ എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ് ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെയോ ഒരു അവകാശമായിട്ട് അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതൊന്നല്ല. കാരണം ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ ജനിച്ച പാടെ നമുക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു ഹ്യൂമൻ ജനിക്കുന്നതിനോടുകൂടി നേച്ചുറലി കിട്ടുന്ന റൈറ്റ്സുകളാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈക്വൽ ആൻഡ് നോൺ ഡിസ്ക്രിമിനേറ്ററി ആണ്. എവരി ഇൻഡിവിജ്വൽ ഹാസ് ദ സെയിം സെറ്റ് ഓഫ് റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. എല്ലാ ജനങ്ങൾക്കും ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഫ്രീഡംസും റൈറ്റ്സും ഈക്വലി എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ ഈക്വലി അവകാശമുള്ളവരാണ് ജനങ്ങളെന്ന് പറയുന്നത്. ദിസ് മീൻസ് ദേ അപ്ലൈ ടു എവരി വൺ ഈക്വലി വിത്തൗട്ട് പ്രെജുഡൈസ്. ഏതൊരു തരത്തിലുമുള്ള മുൻവിധികളും ഇല്ലാതെ എല്ലാവർക്കും ഈക്വലി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 54 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു 54 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഡിസ്കഷൻ ചെയ്തു. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സെഷൻ പൂർത്തിയാവുകയാണ്. താങ്ക് യു.